അതിൻ്റെ 65 വാക്യം 65, 66 വാക്യം വായിക്കാം. പീലാത്തോസ് അവരോട്, കാവൽക്കൂട്ടത്തെ തരാം, പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. റൈസലോ, ദൈവമക്കളായ നാം ഇന്ന് രാത്രിയിൽ ഞാൻ ഈ സന്ദേശം പറയുന്ന കാരണം പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഉദിച്ച ഒരു വാക്കാണ്. ഈ പ്രസ്ഥാനത്തെ തകർത്ത് കളയുവാൻ തക്കവണ്ണം വിവിധ പ്രതികൂലങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്ന് നന്നായിട്ട് ഗ്രഹിച്ചു. എന്നാൽ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. വാറ്റത്വം ഉള്ളവൻ ഉയർക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അവിടെ നിങ്ങൾ പറയുന്ന വാക്കുകൾ പടയാളികൾ പറയുകയാണ്. പീലാത്തോസിൻ്റെ കൂടെ പോയി പറയുന്നൊരു വാക്കുണ്ട്, ഈ ചതിയൻ ജീവനോടെ ഇരുന്നപ്പോൾ പറഞ്ഞൊരു വാക്ക് ഓർമ്മയുണ്ട്, അങ്ങനെ സംഭവിക്കാൻ പാടില്ല, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. യേശുവിനെ പറഞ്ഞ വാക്ക് ചതിയൻ. അങ്ങനെയെങ്കിൽ വാറ്റത്വം പ്രാപിക്കുന്ന ദൈവമക്കളോടൊരു ഉറപ്പായി വാക്ക് പറയാം, ഇങ്ങനെയുള്ള പേര് കേൾക്കുമ്പോൾ ഇടറിപ്പോകരുത്, കാലുറച്ച് ധൈര്യത്തോടെ നിൽക്കണം. ഈ വാക്ക് കേട്ടപ്പോൾ പീലാത്തോസ് പറഞ്ഞൊരു വാക്ക്, കാവൽക്കൂട്ടത്തെ തരാം. 2, നിങ്ങൾ പോയി കല്ലറയിൽ കല്ല് വെച്ച് മുദ്ര വയ്ക്കുക. ഇന്ന് രാത്രിയിൽ ആ ഒരൊറ്റ വാക്ക് ഞാൻ ഉറപ്പിച്ചു പറയാം, ആര് കല്ല് മുദ്ര വെച്ചാലും, എത്ര കാവൽക്കൂട്ടം ചുറ്റും പടവൊരുങ്ങി നിന്നാലും, ദൈവത്തിൻ്റെ വാഗ്ദത്തം സമയമാകുമ്പോൾ നിവർത്തിക്കും. അവൻ ഉയർക്കും, അവൻ വളരും, അവൻ ദൈവകൃപയിൽ ശക്തി പ്രാപിക്കും. തൻ്റെ മേലുള്ളതായ വാഗ്ദത്തം നിശ്ചയമായി നിവർത്തിയാകും. പ്രിയ പ്രസ്ഥാനത്തോട് ഞാൻ ഉറക്കെ പറയട്ടെ, വാഗ്ദത്തം പ്രാപിച്ച സഭയെ നിങ്ങൾ ഇനിയും ഉയർക്കും. ദൈവം നിങ്ങളെ ഉയർപ്പിക്കുവാൻ ദൈവം ശക്തിയുള്ളവനാണ്. ഏത് കാവൽക്കൂട്ടത്തെയും തകർക്കുവാൻ, എത്ര വലിയ കല്ലുകളെ ഏത് ഗവൺമെൻറ് മുദ്ര വച്ചാലും വാഗ്ദത്തം ചെയ്തവനെ തകർക്കാൻ കഴിയില്ല. വാഗ്ദത്തം പ്രാപിച്ച സഭയോട് ഞാൻ പറയട്ടെ, സംഘടനയോട് പറയട്ടെ, നിങ്ങൾ ഉയർക്കും, നിങ്ങൾ വളരും. ഇനിയും അനേകർക്ക് ഇതൊരാശ്വാസമായി മാറും. 100 വർഷം പിന്നിട്ട് ഈ പ്രസ്ഥാനം തകർന്നിട്ടില്ല. പേമാരികളും പ്രതികൂലങ്ങളും ഉയർന്നു വന്നു, പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. തളരാതെ ഇന്നയോളം ക്രിസ്തുവിൽ അടിയുറച്ച് ഈ പ്രസ്ഥാനത്ത് നിൽക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തന്നതിനാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇനിയും ദൈവകൃപയിൽ അധികമായി വളർന്ന് ശോഭിക്കട്ടെ, വളർന്ന് പന്തലിക്കട്ടെ. അനേകരെ ക്രിസ്തുവിൻ്റെ ദൈവരാജ്യമെന്ന വാഗ്ദത്തത്തിലേക്ക് ആനയിക്കുവാൻ ഈ പ്രസ്ഥാനത്തിലെ ദൈവമക്കൾക്ക് കൃപ തരട്ടെ. തലമുറയോളം കൈമാറി ഈ പ്രസ്ഥാനം വളർന്നു വരട്ടെ എന്ന് ഞാൻ ആശീർവദിക്കുന്നു. അതോടൊപ്പം തന്നെ ദി സൗത്ത് ഇന്ത്യ അപ്പോസ്തലിക ചർച്ചക്കോടിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശീർവദിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗത്തിന് വിരാമം കുറിക്കുന്നു. കരങ്ങളെ അടിച്ച് നന്ദി പറയാം. ദൈവത്തെ അധികമായി നമുക്ക് മഹത്വപ്പെടുത്താം.